സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. 63 ഈ അഷ്ടഗ്രഹ യോഗം ഉണ്ടായപ്പോൾ വളരെ വ്യാകുലത സമൂഹത്തിലുണ്ടായി. പുറത്തൊന്നും തൻ്റെ ഭയപ്പാട് കാണിച്ചില്ലെങ്കിൽ അകത്തുകൂടെ തകർന്നു കിടക്കണത് നന്നാക്കണം, ഈ തകർന്നു കിടക്കണത് നന്നാക്കണം എന്നൊക്കെ ചിന്ത ഉണ്ടായി. എന്ന് മാത്രമല്ല, അത്ഭുതകരമായിട്ട് ആ കാലഘട്ടത്തിൽ ധാരാളം മഹാന്മാർ, സന്യാസിമാരുണ്ട്, ഗൃഹസ്ഥന്മാരുണ്ട്, എല്ലാം ഉണ്ട്. മുന്നോട്ട് വന്നു, കമ്മിറ്റികൾ ഉണ്ടാക്കി. അങ്ങനെ ജീർണിച്ച് കിടന്ന, തകർക്കപ്പെട്ട ഒക്കെ ആയിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് വളരെ നല്ല രീതിയിൽ പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അവിടെ ആചരണ വിശേഷങ്ങളും നടക്കുന്നുണ്ട്. വളരെ സന്തോഷകരമാണ്. പക്ഷെ അതേ സമയത്ത് ശരിയായ ശാസ്ത്രബോധത്തിൻ്റെ അഭാവം കൊണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടുന്നത് ചെയ്തില്ല എന്ന് വരും, ചെയ്യരുതാത്തത് ചെയ്തു എന്ന് വരും. അതുപോലെ ക്ഷേത്രങ്ങളും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് പല അബദ്ധവിശ്വാസങ്ങളുടെ പ്രചരണങ്ങളുമുണ്ട്. അനാചാരങ്ങളും ദുരാചാരങ്ങളും സംഭവിക്കും. ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതോടൊപ്പം ഈ ആചാരകേന്ദ്രങ്ങളോടൊപ്പം ആചരിക്കുന്നതോടൊപ്പം ശാസ്ത്രബോധത്തിൻ്റെ പ്രസരണം കൂടി അനിവാര്യമാണ്. ഇതിലും നമുക്ക് വളരെ മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ആഗമാനന്ദ സ്വാമികളുടെയൊക്കെ കാലത്തിന് ശേഷം, കേരളത്തെ സംബന്ധിച്ച് മാത്രമാണ് ഇപ്പോൾ പറയണത്, ആഗമാനന്ദ സ്വാമികളുടെ കാലത്തിന് ശേഷം മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഈ ആധ്യാത്മിക പ്രഭാഷണം എന്നുള്ളതൊരു ഇനമായി തന്നെ തീർന്നിട്ടുണ്ട്. ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആരും കേൾക്കൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ മേക്കപ്പിന് കഴിഞ്ഞ് നാടകക്കാരൻ വരുമ്പോഴത്തേക്ക് സമയം ഒപ്പിക്കാനാണ് പ്രഭാഷകൻ്റെ ഡ്യൂട്ടി. എങ്കിൽ തന്നെയും രണ്ടാളെങ്കിലും കേൾക്കൂലോ. അതൊരു ഇനമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. ഉത്തരഭാരതത്തിൽ അനുസ്യൂതം നടന്നിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും കഥകൾ, കഥ എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ പ്രവചനങ്ങൾ. ഒന്നുകിൽ കഥ അല്ലെങ്കിൽ പ്രവചനം. അപ്പോൾ ഒരു കഥാകാരനുണ്ടാവും. ഒരു പൂജാരി ഉള്ളതുപോലെ ക്ഷേത്രങ്ങൾക്ക് കഥാകാരനുണ്ടാവും ഉത്തരഭാരതത്തിൽ മിക്കവാറും ക്ഷേത്രങ്ങളിൽ. ഇപ്പോൾ കഥാകാരൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം നിശ്ചിത സമയമാകുമ്പോൾ വന്നിരിക്കുക, കഥ പറയുക. കഥ എന്ന് പറഞ്ഞാൽ പ്രവചനം. അപ്പോൾ അതിൽ കുറച്ച് ഗ്രാമീണരൊക്കെ വരിക, കേൾക്കുക, പോവുക. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അതിൽ കുറേ ലോപങ്ങൾ സംഭവിച്ചു പോയി. ഒരുപാട് ലോപങ്ങൾ, വിടവുകൾ വന്നുപോയി. അതുകൊണ്ട് നമ്മൾ ഇത്തരമൊരു ഒത്തുകൂടലിൽ എന്താ വിഷയം വേണ്ടത്, എങ്ങനെ വേണമെന്നൊക്കെ നമുക്ക് ആലോചിക്കാം. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: ശാസ്ത്രീയമായ ചിന്തകളെ പങ്കുവയ്ക്കുക, ഭാരതീയ ശാസ്ത്ര പഠനങ്ങളിലേക്കൊരു പ്രേരണ ഉണ്ടാവുക, ഏതെങ്കിലുമൊക്കെ ചില ഭാഗങ്ങൾ എടുത്ത് വിശകലനം ചെയ്യുക. അങ്ങനെ ക്രമേണ ഉരുത്തിരിഞ്ഞ് ഒരു പഠന പദ്ധതി എന്നുള്ള രീതിയിൽ ആവിഷ്കൃതമാകും. ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഒത്തുകൂടുന്നത്, അഥവാ ഒത്തുകൂടേണ്ടത്. ഇന്നിപ്പോൾ 1ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് എന്ത് വേണമെന്നൊന്നൊരു ധാരണയില്ല, എന്താ വേണ്ടുമെന്നൊരു ധാരണയില്ല. ധാരണ ഇപ്പോഴും ഇല്ല, ഇരിക്കുമ്പോഴും ഇല്ല, ഇത് പറയുമ്പോഴും ഇല്ല. ഞാനൊന്നും ആലോചിച്ചിട്ടില്ല എന്താ വേണ്ടത്. അങ്ങനെ ആലോചിക്കണ പതിവും ഇല്ല. എന്തായാലും ചെറിയ ഭാഗങ്ങൾ നമുക്ക് വിചാരത്തിന് വിധേയമാക്കാം. അതുപോലെ നമ്മൾ ഒത്തുകൂടുന്ന സമയത്ത് ഒരകലവും നമുക്കിടയിലില്ല. എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഇന്നതേ ചോദിക്കാവൂന്നില്ല, എന്തും ചോദിക്കാം. എന്താ ചോദിച്ചുകൂടാത്തെ? എന്തും ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോഴാണ് കൂടുതൽ വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക. ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു കള്ളനല്ലേ എന്ന്. അതെ, തമാശയല്ല, സത്യമാണ്. വിശദമായി മറുപടി പറഞ്ഞു, വളരെ വിശദമായിട്ട്.
അപ്പം അതുവരെ ചോദിക്കാന്നാ പറഞ്ഞത്. ചോദിക്കുന്നതിനൊരു തടസ്സമില്ല. മറ്റുള്ള സൈറ്റിലൊന്നും അങ്ങനെയുള്ള യാതൊരു ആചാരം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഷർട്ടിടാണ്ട് പോകുമ്പോൾ വേർത്ത് മണക്കുക, ഇങ്ങനെ പിന്നെ ശരീരത്തിലെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് പുരുഷന്മാർക്ക് മാത്രം അങ്ങനെ ഒരു അവസ്ഥ. അതിന്റെ കാര്യം എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ വ്യാപകമായി പറയുന്ന ഒരു വിഷയമാണിത്. വ്യാപക എല്ലാ പ്രസംഗത്തിലും പറയില്ലല്ലോ, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയുന്നതാണ്. ഇതിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടുന്ന കാലം എന്നോ കഴിഞ്ഞുപോയി. ഈ ഒറ്റ വിഷയത്തിൽ മാറ്റം വരുത്തിയാൽ നമ്മുടെ യുവസമൂഹത്തെ വളരെയധികം നമുക്ക് ആകർഷിക്കാൻ പറ്റും ക്ഷേത്രത്തിലേക്ക്. കാരണം ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വിശേഷിച്ചും ഷർട്ട് അഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു വിഷമമുള്ള വിഷയമാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് അമ്പലത്തിൽ പോവാത്ത ഒരുപാട് കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുണ്ടാവും, സ്ത്രീകളുണ്ടാവും. അവിടെ ഞാനിതൊക്കെ അഴിച്ചു പോകുക എന്ന് പറഞ്ഞാൽ മോശമാണ് എന്നുള്ള ഒറ്റ കാരണം. നേരെ മറിച്ച് അവിടെ ഷർട്ട് ഇടാൻ അനുവദിച്ചാൽ അവരെയൊക്കെ നമുക്ക് ആരാധനയിലേക്ക് കൊണ്ടുവരാം, ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കാം. വ്യക്തിപരമായി സ്വാമി ചിദാനന്ദപുരിയുടെ അഭിപ്രായം ഷർട്ട് ധരിച്ചു പോകണമെന്നാണ്. കാരണം തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഗുരുവായൂർ സങ്കല്പിക്കുക. ഗുരുവായൂർ നമ്മൾ ഒത്തൊരുമിച്ച് പോയി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നട അടച്ചിട്ടുണ്ടാവും. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പൂജ വരും. അത് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്ക് ഇവിടെ 100-400 പേരെങ്കിലും ഉണ്ടാവും. ഏവം വിയർത്തൊലിച്ച് അവൻ്റെ വിയർപ്പൊക്കെ അപ്പറ്റുള്ള ദേഹത്തായി, അവൻ്റെ വിയർപ്പൊക്കെ ഇവിടെയായി. അവസാനം ഭഗവാന്റെ പ്രസാദം ചർമ്മരോഗം. അതെ, ഡെർമറ്റോളജിസ്റ്റിന് വരുമാനം, അത്രയേ ഉള്ളൂ. ചൊറി വേറെന്താ? നേരെ മറിച്ച് ഷർട്ട് ഇണ്ടിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു ആചാരം വന്നു? അത് നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കണം. നോക്കൂ, നമ്മുടെയൊക്കെ ഈ ഇരിക്കുന്നവരുടെയൊക്കെ തന്നെ മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ അച്ഛൻ ഈ സാധനം അവർ കണ്ടിട്ടേ ഇല്ല, ഷർട്ട് ഇല്ലേ? മുത്തശ്ശനായപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു കോടതി പോകുമ്പോൾ ഒരു ഷർട്ട് ഇടുക, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ, നാട്ടിൽ പോകുമ്പോൾ ഒന്നും ഷർട്ട് ഇടില്ല. നാട്ടിൽ പോകുമ്പോൾ ഒരു തോർത്തേറി വന്നാൽ. പക്ഷെ ദൂര നാട്ടിലൊക്കെ പോകുമ്പോൾ ഷർട്ട് ഇടുക, തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഭദ്രമായി മടക്കി വയ്ക്കുക, അല്ലെങ്കിൽ ആണി തൂക്കുക, ഇങ്ങനെയൊക്കെയാ. നമ്മുടെ അച്ഛനൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഷർട്ട് വ്യാപകമായിട്ട് ഇടാൻ തുടങ്ങി. പക്ഷെ എന്നാൽ എപ്പോഴും ഇല്ല. തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് അഴിച്ചു വയ്ക്കും, ഇല്ലേ? അച്ഛനൊക്കെ ആയപ്പോഴത്തേക്ക് ഷർട്ട് കുറേയും കൂടി വ്യാപകമായി. നമ്മളൊക്കെ ജനിക്കുമ്പോൾ തന്നെ ഷർട്ടോട് കൂടിയിട്ടാണ്, അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ ഷർട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ഥിതിയിൽ ഇതറിയില്ലായിരുന്നു, ഇങ്ങനെ സംഭവമില്ല. ഷർട്ട് ഒക്കെ സായിപ്പിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടാണ് നമ്മൾ ശീലിച്ചത് തന്നെ. ഈ പരിവർത്തനത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. സ്ത്രീകളുടെ വിഷയത്തിൽ പരിവർത്തനം ഉൾക്കൊള്ളാൻ തയ്യാറായി. കാരണം സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. പിന്നീട് നേരിയത് പുതയ്ക്കുന്ന രീതി വന്നു. ഒരു 3 തലമുറ 4 തലമുറ മുമ്പിൽ നേരിയത് പുതയ്ക്കുന്ന രീതി വന്നു. പിന്നെ നേരിയത് പുതയ്ക്കുന്നത് കൂടാതെ റൗക്ക എന്നുള്ള സംവിധാനം വന്നു. പിന്നെ ബ്ലൗസ് വന്നു. ഇപ്പം നമ്മൾ ബ്ലൗസ് ഒന്ന് വീണ്ടും തിരിച്ചു പോകുക കേട്ടോ, അല്ലേ? എന്താ, ശരിയല്ലേ? അല്ല, അതെ, അതെന്തോ ആയിക്കോട്ടെ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇവിടെ മുൻപ് കാലത്ത് സ്ത്രീകൾക്ക് എങ്ങനെയായിരുന്നു അതിൽ മാറ്റം അനുവദിച്ചതുപോലെ എന്തുകൊണ്ട് പുരുഷനും അനുവദിച്ചുകൂടാ? ഇതാണ് ചോദ്യം. ഇവിടെ ബഹുരസകരമായ വ്യാഖ്യാനങ്ങൾ കൊണ്ടിരുന്നവരുണ്ട്. നമ്മൾ തന്നെ ചില ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ കേട്ടിട്ടുണ്ട്, അത് പറ്റില്ല, ദേവചൈതന്യം നേരെ ഹൃദയത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവണമെങ്കിൽ ഷർട്ട് ഇട്ടാൽ പറ്റില്ല എന്ന്. നമ്മളപ്പോൾ അവരോട് ചോദിക്കലുണ്ട്, ഒരു കോട്ടനെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ദേവചൈതന്യം എങ്ങനെയാണ് ഇത്ര വലിയ മസ്കുലർ ലെയറിനെയും പിന്നെ അത് കഴിഞ്ഞാൽ ഈ ബോൺ ലെയറിനെയൊക്കെ തരണം ചെയ്യണത്? പൊട്ടത്തരം പറഞ്ഞതിന് കണക്ക് വേണ്ടേ? എന്ത് പ്രമാണമുണ്ട് ഇങ്ങനെ പറയും? ഇത് സാമൂഹികമായ ആചാരമാണ്, അത് ആ തരത്തിൽ തന്നെ എടുക്കണം.
സാമൂഹികമായി നമ്മൾക്ക് മലയാളികൾക്ക് മുമ്പ് ഷർട്ട് ഉണ്ടായിരുന്നില്ല. അതിപ്പോഴും അതുപോലെ തുടരുന്നു. മാറ്റങ്ങൾ വേണ്ടേ? കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് മാറ്റം വേണ്ടേ? ആ മാറ്റം ഒരു തരത്തിലും വരുത്താൻ കഴിയാത്ത അടിസ്ഥാനപരമായ മാറ്റങ്ങളുണ്ട്. മാറ്റം വരുത്താൻ പറ്റാത്ത ആചരണങ്ങളുണ്ട്. മാറ്റം വരുത്താവുന്നത്, ഇതൊക്കെ മാറ്റം വരുത്താവുന്ന വിഷയങ്ങളാണ്. എത്ര ചെറുപ്പക്കാർ കൂടും ക്ഷേത്രത്തിൽ? ക്ഷേത്രമായിട്ട് നമുക്ക് ചെറുപ്പക്കാരെ അടുപ്പിക്കണ്ടേ? നമ്മൾ ചെറിയൊരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, ആശ്രമത്തിൻ്റെ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പലരും ആശ്രമത്തിൽ വരാറുണ്ട്. അപ്പം അവരോട് നമ്മൾ ചോദിക്കും, നിങ്ങൾ അമ്പലത്തിൽ പോയോ? അമ്പലത്തിൽ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ പോകാറില്ല സ്വാമി. എന്താ? അവിടെ പോയാൽ കുപ്പായോ കഴിക്കണം. അപ്പോൾ ഇവരുടെ കൂട്ടുകാരൊക്കെ കുറച്ച് ദൂരെയുള്ള ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്നുണ്ട്. കൂട്ടുകാരികളെ കൊണ്ടുപോകുന്ന പോലെ കൂട്ടുകാരെയും അവർ വിളിക്കുന്നുണ്ട്. അവിടെ ഷർട്ട് അയക്കേണ്ട, ഒന്നും അയക്കേണ്ട, സുഖമായിട്ട് പോവാം. അപ്പം ഈ യുവസമൂഹത്തെ നമുക്ക് നമ്മുടെ ധർമ്മവ്യവസ്ഥയിലേക്ക് ആകർഷിക്കാൻ കൂടി കാരണമാകും ഈ ഷർട്ട് ഇട്ട് പോവാം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ക്ഷേത്രപ്രവർത്തകർ ഇവിടെ ഉണ്ടാവും, ചിന്തിക്കേണ്ടതാണ്. അവർ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ മാത്രം തീരുമാനിച്ചാൽ സമൂഹം അത് അംഗീകരിച്ചോളണമെന്നില്ല. അപ്പോൾ ക്ഷേത്ര ആചാര്യനടക്കം കൂടിയിരുന്ന് കാലത്തിൻ്റെ പരിവർത്തനം നമ്മൾ വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത്തരം മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് എന്നാണ് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടാവാം, വിയോജിപ്പുണ്ടാവാം. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കണം. ക്ഷേത്രാന്തരീക്ഷത്തിൽ ശുദ്ധമായ വസ്ത്രം ധരിക്കണം. അപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ആർക്കും വിരോധം തോന്നരുതേ. ഇപ്പോൾ ഈ കൂട്ടത്തിൽ പാൻസ് ഇടുന്ന ആൾക്കാർ, സത്യം പറയണം, ദിവസം അലക്കോ ഇല്ലയോ? ഇല്ല. ഇന്ന് ഇട്ടിട്ട് എവനെ നമ്മൾ ഇന്ന് തൂക്കുശിക്ഷ വിധിക്കും അല്ലേ? എന്താണ് ഹാങ്ങർ? ഹാങ് ചെയ്യാനുള്ള സാധനം അതാണ് ഹാങ്ങറിൽ തൂക്കുശിക്ഷ വിധിക്കുകയാണ്. അപ്പം നാളെ ഇറക്കുകാരിയാ ഇന്നലെ തൂക്കിയോനെ അല്ലേ? ഇനി പാൻസിൻ്റെ എണ്ണം എത്ര കൂടുതലുണ്ടോ അത്രയും അവന് തൂങ്ങിക്കിടക്കാനുള്ള യോഗമാണ് കൂടുതൽ. ശരിയാണോ അല്ലയോ? അപ്പോൾ ഈ സാധനം ക്ഷേത്രത്തിലേക്ക് ഇട്ട് പോകാമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ദിവസം അലക്കുന്നില്ല. എത്ര കീറിയതായാലും കുഴപ്പമില്ല, അലക്കിയിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ. കാരണം ക്ഷേത്രത്തിൽ ശുദ്ധി പാലിക്കണം, അത് നിർബന്ധമാണ്. ഷർട്ട് അലക്കിയതാവണം. ചുരിദാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അലക്കിയതായിരിക്കണം. ഏത് വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിലും അത്രേ അതിൽ പറയാനുള്ളൂ, അല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല. എന്താ? ആ ഇത് വലിയൊരു വിഷയമാണ്. ഒരു ഇത്തരം ആചരണ വിഷയങ്ങളിൽ നമുക്ക് ഐകരൂപ്യമില്ല. ഇന്നലെ ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കി തീർക്കാനും മറ്റും ചെയ്തതാണ്. നമ്മൾ പറഞ്ഞു അതിനോട് യോജിപ്പില്ല. മറിച്ച് വ്യത്യസ്ത പ്രദേശങ്ങളിൽ അധിവസിച്ച സമൂഹങ്ങൾ വ്യത്യസ്ത ആചാരങ്ങളെ പാലിച്ചു. ആചാരങ്ങൾ മാത്രമല്ല, മുൻപൊക്കെ ഒരു പുഴയ്ക്കും മറ്റൊരു പുഴയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലത്തെ ഭാഷ ആ പുഴയ്ക്ക് അപ്പുറത്തെത്തുമ്പോഴുള്ള ഭാഷ വിഭിന്നമായിരുന്നു, തീർത്തും വിഭിന്നമായിരുന്നു. ഇന്ന് പ്രായേണ ഒരു ഐകരൂപ്യമുണ്ട് അല്ലേ? പ്രായേണ അത്രേ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എല്ലാ ഭാഷയും ഒന്നായി എന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ആവാനും പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. വൈവിധ്യങ്ങൾ നിലനിൽക്കണം. വൈവിധ്യങ്ങളാണ് നമ്മുടെ സമ്പത്ത്. വൈവിധ്യങ്ങളെ ഒരിക്കലും വൈരുദ്ധ്യമായി കാണരുത്. അപ്പോൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അധിവസിച്ച സമൂഹങ്ങൾ പിന്നീട്
ഇവിടുന്ന് അങ്ങോട്ട് മാറുക, അവിടുന്ന് ഇങ്ങോട്ട് മാറുക തുടങ്ങിയ കുടിയേറ്റങ്ങളും മറ്റും സംഭവിച്ച് ചേർന്ന് കഴിയുമ്പോഴും അവരുടേതായ ആചാരങ്ങളെ അതോടൊപ്പം കൊണ്ടുവന്നു. അങ്ങനെ സാമുദായികമായി വ്യത്യസ്ത ആചാരക്രമങ്ങൾ പാലിക്കുന്നു, ഭാഷാപരമായി വ്യത്യസ്ത ആചാരങ്ങൾ പാലിക്കുന്നു. ഇത് നിലവിലുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞ പുല, വാലായ്മ തുടങ്ങിയവയെ സംബന്ധിച്ച് തീർത്തും വിഭിന്നങ്ങളായ രീതികളുണ്ട്. അതൊക്കെ അങ്ങോട്ട് ഏകീകരിക്കണം എന്ന് നമുക്ക് അഭിപ്രായമില്ല. കാരണം വൈവിധ്യങ്ങൾ നിലനിൽക്കട്ടെ, വൈവിധ്യങ്ങൾ നിലനിൽക്കട്ടെ. പക്ഷേ ഏത് ആചാരമാണെങ്കിലും അതിനൊരു ശാസ്ത്ര സമ്മതി വേണം, ശാസ്ത്രസമ്മതി വേണം. ചില ഇടങ്ങളിൽ അഥവാ ചില സമൂഹങ്ങളിൽ മരണത്തിന് ശേഷം ശ്മശാനകർമ്മം +10 പ്ലസ് ആ ശൗചം തീരുന്നത്, അങ്ങനെ 11 പാലിക്കുന്നു. ചില സമുദായങ്ങൾ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾ 16 പാലിക്കുന്നു. ചുരുങ്ങിയത് 11എങ്കിലും പാലിക്കണേ എന്ന് പറയാം. അതിനേക്കാൾ ചുരുക്കിയിട്ട് ഇല്ലാതാക്കരുതേ എന്ന് പറയാം. എന്തിനാണിത്? ഇവിടെ നമ്മൾ ഇവിടെ തന്നിട്ടുള്ള കടലാസ് കൂടി ചേർത്ത് പറയുകയാണ്. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. മരണ വീട്ടിൽ പോയി വന്നാൽ കുളി കഴിഞ്ഞേ വീട്ടിൽ കയറാവൂ എന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം വ്യക്തമാക്കാമോ? അതും ഇതൊക്കെ ചേർത്ത് പറയാൻ പോവുകയാണ്. രണ്ട് തരത്തിലാണ് നമ്മൾ പുല, ചില നാട്ടിൽ പെറ്റ പുല, അതുപോലെ ചത്ത പുല, മരിച്ച പുല. ചില നാട്ടിൽ പുല വാലായ്മ എന്ന് വേർതിരിച്ച് തന്നെ പറയും. അപ്പോൾ വാലായ്മ പ്രസവാനന്തരം, പുല മരണാനന്തരം. ഇത് രണ്ടും രണ്ടായി തന്നെ ചിന്തിക്കണം. ഒരു മരണം നടന്ന ഗൃഹം, അവിടെ ആ പരേതനായിരിക്കുന്ന ജീവന് പിണ്ടദാനം ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ, എല്ലാവരും അല്ല, പിണ്ടദാനം ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ പരിപൂർണമായ ശ്രദ്ധയും ആ പിതൃ ഉപാസനയിൽ തന്നെ വെച്ചുകൊണ്ട് ചുരുങ്ങിയത് ഈ പറഞ്ഞ 11 ദിവസമെങ്കിലും പിണ്ടദാനങ്ങൾ ചെയ്യണം. അത്രയും ദിവസം അവർ ദൈവയജ്ഞങ്ങൾക്കോ മറ്റോ പോകേണ്ടതില്ല. കാരണം പരിപൂർണ ശ്രദ്ധയും പിതൃഉപാസനയിൽ തന്നെ ആയിരിക്കണം. ഇനി മറ്റൊരു കോണിൽ നിന്ന് പറയുകയാണ്. ഒരു വ്യക്തി എന്ത് കാരണം കൊണ്ട് ഏത് രോഗബാധയാൽ മരിച്ചു എന്ന് നമുക്കറിയില്ല. സാമാന്യമായി പകർച്ചവ്യാധികളുടെ പ്രസരണ കാലയളവ് സാമാന്യമായി 2 ആഴ്ചയാണ്. എല്ലാ രോഗത്തിനും അല്ല, പക്ഷേ നമുക്കറിയുന്ന പകർച്ചവ്യാധികളിൽ ഭൂരിഭാഗവും 2 ആഴ്ചയാണ് അതിൻ്റെ ഒരു പ്രസരണ കാലയളവ്. അപ്പം ഈ കാലയളവ് വരെ ആ വീട്ടിലുള്ളവർ, ആ പ്രേതനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞവർ ബാഹ്യ സമൂഹവുമായി ബന്ധപ്പെടുന്നില്ല. ബാഹ്യ സമൂഹത്തിലെ അംഗങ്ങൾ ആ ഗൃഹത്തിൽ പോയി കഴിഞ്ഞാൽ അണുനാശക ദ്രവ്യം ഉപയോഗിച്ച് കുളിച്ചിട്ടേ മറ്റ് വ്യവഹാരങ്ങൾക്ക് ഏർപ്പെടാറുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു പഴയ രീതി. അണുനാശക ദ്രവ്യം എന്ന് പറഞ്ഞാൽ പഴയ കണക്കിന് പറഞ്ഞാൽ ഗോമയം, ഗോമൂത്രമൊക്കെയാണ്. ഗോമല അല്ലേ? ഇന്നിപ്പോൾ ഗോമയം കുറവാണ്, ഗോമലമാണ് കൂടുതൽ. കാരണം പശുവിന് കൊടുക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളാണ്. ഇനി പശു പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്, പാലുൽപാദക യന്ത്രങ്ങളാണ്. പശു ആണോ എന്ന് തന്നെ മനസ്സിലാവില്ല കണ്ടാൽ. എന്തോ ഒരു സാധനം, അതിൻ്റെ ശബ്ദം കേട്ടാലും പശുവിൻ്റെ ശബ്ദമല്ല. അതെ, എന്തോ ഒരു സാധനം. അതാണ് ഇപ്പോൾ പല പശുക്കളും. അതിന് തീറ്റ കൊടുക്കണതോ ഭഗവാനെ എന്തൊക്കെയാണ് കൊടുക്കണത് കണക്കില്ല. ചോറും കഞ്ഞിയും
അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാംസവും മാംസാംഗങ്ങൾ ചേർന്നിട്ടുള്ള കാലിത്തീറ്റകളും ഒക്കെ കൊടുക്കുക. അപ്പം അതിൻ്റെ ചാണകം നാറിയിട്ട് ഈ പ്രദേശത്തെ മനുഷ്യൻ നിൽക്കില്ല എന്നല്ല, അത് ഗോമലം അങ്ങേയറ്റം രോഗാണു നിറഞ്ഞതാണ്. എന്നാൽ ശുദ്ധമായ പുല്ല് നിന്ന് ജീവിക്കുന്ന പശുവിൻ്റെ ചാണകം ഗോമയം, അതുപോലെ മൂത്രം ഗോമൂത്രം. ഇങ്ങനെ അണുനാശകങ്ങൾ ഉപയോഗിച്ചിട്ട് കുളിച്ചിട്ട് വേണം അവനവൻ്റെ വ്യവഹാരത്തിൽ ഏർപ്പെടാൻ, ബാഹ്യ സമൂഹവുമായിട്ട് ഇടപെടാൻ. അപ്പം നാളൊരാൾ ചോദിച്ചപ്പോൾ സ്വാമി ഡെറ്റോളേറ്റോ പോരെ, പോയി മതി. കാലത്തിനനുസരിച്ച് പുതിയ പുതിയ ആൻറ്റിസെപ്റ്റിക്കോ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ അത് മതി, ആൻറ്റി ബാക്ടീരിയൽ കണ്ടുപിടിക്കുമ്പോൾ അത് മതി, പോരാന്നൊന്നും പറയുന്നില്ല, അതിന് വിരോധമില്ല. അപ്പം 2 ആഴ്ച കാലമെങ്കിലും ഇങ്ങനെ പാലിക്കണം എന്നാണ്. അത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വൈവിധ്യങ്ങൾ, ആചാരഭേദങ്ങൾ എത്രയാണുള്ളത്. ഇപ്പം ഇവിടെ മരണം നടന്നു, ഇതേ ഹിന്ദുധർമ്മത്തിൽ തന്നെ പെട്ട ഒരാൾ തമിഴ്നാട്ടിൽ മരിച്ചു, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ മരിച്ചു, വളരെ വ്യത്യാസമാണ്. അവിടെ സന്തോഷമായിട്ട് പാട്ടുപാടി താളം മുട്ടി നൃത്തം വെച്ച്, കാരണം ഈശ്വരൻ തിരിച്ചു വിളിച്ചിരിക്കുക, സന്തോഷം. ആ ഒരു ജീവൻ്റെ ഗതിയിൽ എത്രയോ പുണ്യം സംഭവിച്ചിരിക്കുക. അങ്ങനെ പാട്ടുപാടി വാദ്യങ്ങൾ കൊട്ടി ഇല്ലേ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകണ കാഴ്ച എന്തൊരു സുഖ കാണാൻ. ഇവിടെയോ കരഞ്ഞുകൊണ്ട് കിടക്കുക തന്നെ, എന്തൊരു കഷ്ടമാണത്. ഒരു യാത്രയ്ക്ക് ഒരാൾ പോകുമ്പോൾ സന്തോഷമായിട്ട് യാത്ര അയക്കണ്ടേ? അപ്പോൾ വീട്ടിലുള്ള പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ കരഞ്ഞുകൊണ്ട് കിടന്നാൽ അയാൾക്ക് പോകാൻ വല്ല സുഖം ഉണ്ടാവുമോ? പോക്കൊരു സുഖമാവുമോ? അപ്പോൾ ആചാരങ്ങൾ വിഭിന്നങ്ങളാണ്. അതെല്ലാം ഏകരൂപിയാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യവും ശക്തിയും വൈവിധ്യങ്ങളല്ലേ? വൈവിധ്യങ്ങളാ. ആ വൈവിധ്യങ്ങൾ നിലനിൽക്കട്ടെ. പക്ഷേ ശാസ്ത്രീയമായൊരു ഭാവം അതിനുണ്ടാവണം, അത്രേ പറയാൻ പറ്റും. അതിലൊരു മറ്റുച്ചനീചത്വങ്ങളോ അതിലുള്ളതായി തോന്നണില്ല. എന്തായാലും ചുരുങ്ങിയത് 11 എന്നുള്ളൊരു ക്രമം ആ ശൗചത്തിന് പാലിക്കണം എന്നാണ് പറയാനുള്ളത്. ബാക്കി എങ്ങനെയാണോ കുടുംബത്തിൽ ആചരിച്ചു പോരുന്നത് അങ്ങനെ ചെയ്തോളൂ. ഇനി ആർക്കും മാറ്റം വരുത്തണമെന്നുണ്ട്, ഞങ്ങളെ കുടുംബത്തിൽ ഒന്നും ആചരിക്കണില്ല സ്വാമി, പുതുതായിട്ടാണെങ്കിൽ 11 പിടിച്ചാൽ മതി. അപ്പോൾ ആശൗചാവുമ്പോഴത്തേക്ക് മരണം, ശ്മശാനകർമ്മം നടന്നത് മുതൽ 11 എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 12 ദിവസം ആവും. അത് കഴിഞ്ഞിട്ടാണ് ആശൗചം. ഇനി ബാലായ്മ പ്രസവാനന്തരമുള്ള വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു സ്ത്രീ പ്രസവിക്കുന്നതോടുകൂടെ ഒന്ന് അവർക്ക് രോഗപകർച്ചയ്ക്കുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ശരീരം ഇളമിക്കുന്നുണ്ട്, വല്ലാതെ ഇളമിക്കുന്നുണ്ട് പ്രസവിത്രിക്ക്. നവജാത ശിശുവിന് രോഗപകർച്ചയ്ക്ക് വലിയ സാധ്യതയുണ്ട്. അമ്മയിൽ നിന്ന് ഊറി വരുന്ന സ്തന്യം, അത് മുലപ്പാലെന്ന് പറയാൻ പറ്റില്ല. ആദ്യം പാലെന്ന് പറയേണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. സ്തന്യം മുഴുവൻ ഔഷധങ്ങളാണ്, പ്രതിരോധ ശക്തി നൽകുന്നതാണ്. അത് കുടിച്ചിട്ട് വേണം കുഞ്ഞ് പ്രതിരോധ ശക്തിയുള്ള ആളാവാൻ. അപ്പോൾ ചുരുങ്ങിയത് നേരത്തെ പറഞ്ഞ പോലെ 2 ആഴ്ചക്കാലം ബാഹ്യ സമൂഹത്തിലുള്ളവർ അവിടെ ബന്ധപ്പെടരുത്, അവർ ബാഹ്യ സമൂഹമായിട്ട് ബന്ധപ്പെടരുതെന്നൊരു ചിട്ട ആചാര്യന്മാർ വെച്ചു. 2, പ്രസവം നടന്ന ഗൃഹത്തിൽ അശുദ്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഗൃഹത്തിലുള്ളവർ യജ്ഞസ്ഥലികളിൽ, ക്ഷേത്രം തുടങ്ങിയവയൊക്കെ അതിൽ പെടും, യജ്ഞസ്ഥലികളിൽ പോകേണ്ടതില്ല എന്നൊരു നിയമം വെച്ചു. ഇത് പാലിക്കണം എന്നാണ് അഭിപ്രായം. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പാലിക്കുന്നത് പോലെ വേണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്നാണ് അഭിപ്രായം. ഉദാഹരണം പറഞ്ഞാൽ, കുടുംബത്തിൽ ആരാണ്ടെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോകാണ്ടിരിക്കണവരുണ്ട്. എന്താ നീ അമ്പലത്തിൽ പോകാത്ത? ഇന്ന് പെലയാ. ആരാ മരിച്ചേ? അത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മോൻ്റെ മോളെ. ഇങ്ങനെ എടാ നീ കണ്ടിട്ടുണ്ടോ അവരെ? ഇല്ല. നിനക്ക് പിണ്ടദാനം ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തിനാ പാലിക്കുന്നേ? പിണ്ടദാനം ചെയ്യേണ്ടവർ മാത്രം പാലിച്ചാൽ മതി. ഇത് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ട് ക്ഷേത്രക്കാർ ശുദ്ധികലശത്തിന് പണം ചോദിച്ചാൽ അദ്വൈതാശ്രമത്തിലേക്ക് വരരുത്. കാരണം റിജിഡാണ് നമ്മൾ.
നമ്മൾ ഈ ആചാരങ്ങളെ അല്പം പോലും പരിഷ്കരിക്കാൻ തയ്യാറാവുന്നില്ല. എന്തോ ദൈവകോപം വരുന്ന നമുക്ക് പേടി. വളരെ റിജിലാണ്. അതുകൊണ്ട് ക്ഷേത്രക്കാർ വല്ല ശുദ്ധികലശം വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞേക്കരുത്. നമ്മുടെ അഭിപ്രായം തുറന്നു പറയും. നേരിട്ട് പിണ്ടദാനം ചെയ്യേണ്ടവർ മാത്രം ഇത് പാലിച്ചാൽ മതി. ഇനി വാലായ്മയുടെ വിഷയം വിഭിന്നമാണ്. വാലായ്മയിൽ നോക്കൂ, പണ്ട് കൂട്ടുകുടുംബമായി കഴിയുന്ന സമയത്തുള്ളത് പോലെയാണോ ഇന്ന്? ഇപ്പോൾ എൻ്റെ ഒരു സഹോദരി കണ്ണൂർ പ്രസവിച്ചു. ഞാനും ആ സഹോദരിയുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവുമില്ല. ഞാൻ അവിടെ പോകുന്നില്ല. ആ സഹോദരി ഇവിടെയും വരുന്നില്ല പ്രസവാനന്തരം. ഇവിടെ എനിക്ക് എങ്ങനെയാണ് ശുദ്ധി ഉണ്ടാവുക? ആ കുട്ടിക്ക് എങ്ങനെയാണ് രോഗപകർച്ചയ്ക്ക് സാധ്യത വരിക? ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണെങ്കിലും എൻ്റെ വീട്ടിൽ പ്രസവം നടന്നാൽ ഞാൻ പാലിക്കണം. അപ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിച്ച കാലത്ത് എങ്ങനെ പുലർത്തിയോ അതിൽ നിന്ന് മാറാൻ നമ്മൾ തയ്യാറായേ മതിയാവും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ വളരെ യാഥാസ്ഥിതിക ഭാവം മാത്രം സൂക്ഷിക്കുന്നവർക്ക് വലിയ വിരോധം ഉണ്ടാവുന്നുണ്ട്. അത് വെച്ചിട്ട് പറയാതിരിക്കാൻ പറ്റുമോ? കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണ്ടേ? നമ്മളെ വലിയൊരു കുഴപ്പം സ്മൃതി പരിഷ്കരണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രുതി സാമാന്യ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വരുന്നുണ്ട്, പക്ഷെ സ്മൃതി പരിഷ്കരണങ്ങൾ നടക്കുന്നില്ല. ഈ പണ്ട് കാലത്ത് വിദ്വാൻമാർ വിദ്വൽ സഭകളിൽ കൂടുകയും ആ വിദ്വൽ സഭകളിലെ ചർച്ചകളിലൂടെ സ്മൃതി പരിഷ്കരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് സനാതനധർമ്മം ധാരാളം സ്മൃതി ഗ്രന്ഥങ്ങളാൽ സമ്പന്നമായത്. പക്ഷെ നൂറ്റാണ്ടുകളായിട്ട് ഇതൊന്നും നടക്കണില്ല. ഇതിൽ വലിയ പരിവർത്തനം വരുത്തിയ 2 പേരെ നമ്മൾ പറയാതെ വയ്യാട്ടോ. ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ. 2 നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ. ഈ 2 പേരെയും നമ്മൾ ഓർമ്മിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ച ക്രമത്തിനനുസരിച്ച് ബോധാനന്ദ സ്വാമികളും ആത്മാനന്ദ സ്വാമികളും അവരുടെ കൂട്ടത്തിൽ നമ്മളെപ്പോഴും നമിക്കേണ്ടുന്ന ചൈതന്യസ്വാമികളും ഉണ്ട്. പക്ഷെ ചൈതന്യസ്വാമികളല്ല ചൊല്ലിക്കൊടുത്തത്. ഗുരുദേവൻ്റെ ഉപദേശം അനുസരിച്ചിട്ടുള്ള പരിഷ്കൃത ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച ആചാരങ്ങളെ ക്രമീകരിച്ച് ചൊല്ലിക്കൊടുക്കുകയും ഗുരുദേവൻ അതിനെ ഭേഷ് എന്ന് പറഞ്ഞ് അംഗീകരിക്കുകയും അത് രേഖപ്പെടുത്തി വയ്ക്കുകയും, ഗുരുദേവൻ്റെ തന്നെ ഉപദേശമാണ് അത് ശ്രീനാരായണ ധർമ്മം എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തീർത്ഥപാദ ആശ്രമത്തിൽ നമ്മുടെ ധാർമ്മികമായിരിക്കുന്ന സംസ്കാരങ്ങൾ എങ്ങനെയൊക്കെ വേണം ഈ കാലാനുസൃതം എന്നുള്ളതിനെക്കുറിച്ച് തീർത്ഥപാദ സ്വാമികളും രചിക്കുകയുണ്ടായി. പക്ഷേ ഇത് 2 കഴിഞ്ഞിട്ട് നൂറ്റാണ്ട് കഴിഞ്ഞു. ഇനി അതും പറയണമല്ലോ. ഇത് 2 കഴിഞ്ഞിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞു. പക്ഷേ ഈ 2ഉം പ്രായണ സമൂഹത്തിൽ വ്യാപിച്ചില്ല. കാരണം തീർത്ഥപാദ സ്വാമികളുടെ ഈ സ്മൃതി പരിഷ്കരണം പ്രായണ തെക്കൻ കേരളത്തിലെ നായർ സമുദായത്തിൽ മാത്രം ഒതുങ്ങി. പിന്നെ അതും മെല്ലെ മെല്ലെ ലോപിച്ചു പോയി. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ സ്മൃതി പരിഷ്കരണം പ്രായേണ ഒരുപക്ഷെ ശ്രീനാരായണ ധർമ്മപരിഷത്തുമായി ബന്ധപ്പെട്ടവരിൽ അതും തെക്കൻ കേരളത്തിൽ ഒതുങ്ങി. ഇതാണ് നമുക്ക് സംഭവിച്ച വീഴ്ച. അപ്പോൾ കാലത്തിനനുസരിച്ച് പരിഷ്കരണം നടത്തിയേ തീരൂ. ഇന്ന് കേരള ധർമാചാര്യ സഭയിൽ നമ്മൾ പ്രത്യേകിച്ച് ഉന്നയിക്കുന്നൊരു വിഷയമാണ്. കാലത്തിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ പരിഷ്കരിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ തള്ളപ്പെടും. യുവസമൂഹം നമ്മുടേതായ ആചാരങ്ങളിൽ നിന്ന് മാറിപ്പോവും. കാരണം യുക്തിപൂർവ്വം അവർ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരങ്ങ് വിട്ടുപോകും. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ഈ പുനരുദ്ധരിക്കുന്ന ക്ഷേത്രങ്ങളും മറ്റും നാളെ കൊണ്ടു നടക്കാൻ ആൾ വേണ്ടേ?
നമ്മുടേതായ ആചാരങ്ങൾ പിന്തുടരാൻ അടുത്ത തലമുറ വേണ്ടേ? അപ്പോൾ അവർക്ക് അതിനനുസരിച്ച പരിഷ്കരണങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആ ആ പിണ്ടദാനം അത് വളരെ പ്രധാനമാണ്. ചോദിച്ചത് നന്നായി. ഈ എല്ലാം പണത്തിൻ്റെ അടിസ്ഥാനത്തിലായി. ഒന്നുകൂടി പറയാം, എല്ലാം പണത്തിൻ്റെ അടിസ്ഥാനത്തിലായി. കാരണം മക്കത്തായ വ്യവസ്ഥ, മരുമക്കത്തായ വ്യവസ്ഥ എന്ന് രണ്ട് വ്യവസ്ഥ വന്നപ്പോൾ, ദായക്രമം വന്നപ്പോൾ, ഏത് വകയിലാണോ സ്വത്ത് തരപ്പെടുക അവർക്ക് മതി ഞാൻ പിണ്ടം വയ്ക്കുക എന്നുള്ള ഒരു ക്രമം. അപ്പം മരുമക്കത്തായത്തിൽ പോയവർ അമ്മ വകയിലുള്ളവർക്കേ പിണ്ടം വെക്കണ്ടു, അങ്ങനെയുള്ളവർക്കേ ശ്രാദ്ധമുള്ളൂ. മക്കത്തായം പോയവർക്കോ അങ്ങനെയല്ല, അച്ഛൻ വകയിലുള്ളവർക്കേ പിണ്ടമുള്ളൂ, അങ്ങനെയുള്ളവർക്കേ പെലുള്ളൂ എന്ന് വന്നു. വലിയ കഷ്ടമാണ്. ഇത് രണ്ടും വിട്ട ക്രമത്തിലാണ് നമ്പൂതിരി സമുദായത്തിൽ വന്നത്. അത് വളരെ കഷ്ടം എന്നേ പറയുള്ളൂ. കാരണം കല്യാണം കഴിച്ചു കൊടുത്ത അച്ഛനായിട്ടും ബന്ധമില്ല, അമ്മയായിട്ടും ബന്ധമില്ല. അയിനിയൂണ് കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടു നാട് വിട്ടു, പിന്നെ അവിടെയുള്ളൂ. ഇതൊക്കെ വലിയ ദോഷം ചെയ്യില്ലേ? വലിയ പ്രശ്നമല്ലേ? സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് അമ്മ എപ്പോഴും നമുക്ക് അമ്മയല്ലേ, അച്ഛൻ എപ്പോഴും അച്ഛനല്ലേ. അയാൾക്ക് സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണോ അച്ഛൻ്റെ മഹിമ? സാമ്പത്തികം ഉണ്ടോ നോക്കിയിട്ടാണോ അമ്മയുടെ മഹിമ? ഇനി എന്നെ ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി എന്നുള്ളതുകൊണ്ട്, വേളി കഴിച്ചു കൊണ്ടുപോയി എന്നുള്ളതുകൊണ്ട് അമ്മയും അച്ഛനോ ഇല്ലാണ്ടാവുണ്ടോ? അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, അമ്മ, അച്ഛൻ, അമ്മമ്മ, അമ്മച്ചൻ, അച്ഛമ്മ, അച്ചച്ചൻ 6, അഖില പിതൃക്കൾ അശേഷം 7. ഇത്രയും പിണ്ടം ചെയ്യണം എന്നാണ്. അഖില പിതൃക്കൾക്ക് മൊത്തത്തിൽ ചെയ്താൽ മതി, അത് കുഴപ്പമില്ല. ഇത്രയെങ്കിലും വേണം എന്നാണ് അഭിപ്രായം. ഇതിപ്പോൾ അമ്മാവനൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ ചെയ്തോളൂ, അത്രയേ ഉള്ളൂ. നിർബന്ധമില്ല എന്നർത്ഥം. അത് നിർബന്ധത്തിൽ വരില്ല. ഇത് ഈ പറഞ്ഞത് നമ്മൾ അതൊക്കെ ഈ അശേഷത്തിലാണ് പെടുക. ഇത് അഖില പിതൃക്കൾ എന്നുള്ളതിൽ വരും. അഖില പിതൃക്കളിൽ അത് കൂട്ടിയാൽ മതി. അങ്ങനെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അച്ഛൻ്റെ സ്ഥാനമുള്ളവർ ഇനിയുണ്ട്. അച്ഛൻ്റെ സ്ഥാനമാണ് അച്ഛൻ്റെ ജ്യേഷ്ഠന്, അച്ഛൻ്റെ അനുജന്. അമ്മയുടെ സ്ഥാനമാണ് അമ്മയുടെ ചേച്ചിക്ക്, അമ്മയുടെ അനിയത്തിക്ക്. അപ്പം അങ്ങനെ നോക്കിയാൽ വലിയ പ്രശ്നമാണ്. ഇത്രയെങ്കിലും എന്തായാലും വേണം എന്ന് പറയാം. ചെയ്തോട്ടെ, അത് മതി, അതാണ് ശരി. അപ്പോൾ പൈസേൻ്റെ അടിസ്ഥാനത്തിലാവരുതേ, സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലാവരുതേ ഇതൊന്നും എന്നാ പറയാനുള്ളത്. അങ്ങനെ ആയിപ്പോയി നമ്മൾ ഇടക്കാലത്ത്. എന്താ ചെയ്യുക? മക്കത്തായത്തിലും മരുമക്കത്തായത്തിലുള്ള പ്രശ്നം കുറച്ചൊന്നുമല്ല. അതിനേക്കാൾ പ്രശ്നമാണ് ഈ നമ്പൂതിരി സമുദായത്തിൽ കണ്ടത്. വലിയ സങ്കടമാണ്.